അല്ല, ഈ ചടങ്ങിന് മാത്രം പോയതാണെങ്കിൽ എന്തിനാണ് അദ്ദേഹം തൻ്റേതാക്കി അതെല്ലാം ചിത്രീകരിച്ചത്? നമ്മളെല്ലാവരും ചടങ്ങിന് പല പരിപാടികൾക്കും ചടങ്ങിനും ഉദ്ഘാടനത്തിനുമെല്ലാം പോകുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ചാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ നോക്കാം. പ്രിയ സഹോദരി ശ്രുതിക്ക് 120 ദിവസം കൊണ്ട് വീട് ഒരുങ്ങും. ആരെങ്കിലും ഒരുക്കി നൽകുന്നല്ല പറഞ്ഞത്, ഒരുങ്ങും എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാചകം. അത് തന്നെയാണ് അവസാനത്തെ വാചകം കൂടെ കേൾക്കണം. ശ്രുതിയെ ചേർത്ത് നിർത്താൻ ഒപ്പം നിന്ന ഒരു സ്ഥാപനത്തിന് ഹൃദയത്തിൽ നിന്ന് നന്ദി. അല്ലാതെ ശ്രുതിയെ ചേർത്ത് നിർത്തിയ ആ സ്ഥാപനത്തിന് നന്ദിയല്ല. ശ്രുതിയെ ഒപ്പം നിർത്താൻ, ശ്രുതിയെ ചേർത്ത് നിർത്താൻ ഒപ്പം നിന്ന. ഇതിനാണ് അദ്ദേഹം തറക്കല്ലിടാൻ മാത്രം പോയതാണെങ്കിൽ അദ്ദേഹം ഈ ഒപ്പം നിന്ന പറയാം അവിടെ ഒപ്പം നിന്ന എന്ന വാചകം അവിടെ ഉന്നയിക്കേണ്ട ആവശ്യമില്ല. തറക്കല്ലിടാൻ മാത്രമാണ് അദ്ദേഹം പോയതെങ്കിൽ 120 ദിവസം കൊണ്ട് വീട് ഒരുങ്ങും എന്ന് ആധികാരികമായി പറയാൻ അദ്ദേഹത്തിന് എന്താ ഉത്തരവാദിത്വം? ഈ പോസ്റ്റിന് പുറമെ വീണ്ടും അദ്ദേഹം റീൽസ് എടുത്ത് ഏഷ്യാനെറ്റ് അദ്ദേഹത്തിന്റെ റീൽസിന് എടുക്കാൻ വേണ്ടിയുള്ള നല്ല നിലയിലുള്ള വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി ആ ഏഷ്യാനെറ്റിന്റെ വീഡിയോ ആണ് അദ്ദേഹം പങ്കുവെച്ചത്. ഞങ്ങൾ ആരും എടുത്ത വീഡിയോ അല്ല, ഏഷ്യാനെറ്റിന്റെ വീഡിയോ അദ്ദേഹം അവിടെ കൃത്യമായി പങ്കുവെച്ചിട്ടുണ്ട്. എന്തിനാണ് വീണ്ടും അങ്ങനെ റീൽസ് എടുത്ത് പ്രചരിപ്പിക്കുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ട് അത് ഇപ്പോൾ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ വേണ്ടി കഴിയുമോ? ഇവിടെ LDFന്റെ ജില്ലാ കൺവീനർ സൂചിപ്പിച്ചല്ലോ, പല കാര്യങ്ങളും ഇങ്ങനെയാണ് അദ്ദേഹം തൻ്റെതാക്കി മാറ്റുന്നത്. എട്ടുകാലി മമ്മൂഞ്ഞായി ചമയുക എന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. നമ്മൾ ടൗൺഷിപ്പ് തന്നെ നമുക്കറിയാം. ടൗൺഷിപ്പിന്റെ അത്രയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന ഒരു ഘട്ടത്തിലും ടൗൺഷിപ്പിലേക്ക് വരാതിരുന്ന അദ്ദേഹം ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയായി എന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് വന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ തൊട്ടടുത്താണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. MLA കെയർ എന്ന പേരിൽ ദുരന്തമുണ്ടായപ്പോൾ, നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായപ്പോൾ സഖാവ് CK ശശീന്ദ്രനാണ് MLA. അദ്ദേഹം MLA ആണ്. സ്ഥലം MLA നാട്ടിലെ മുഴുവൻ ആളുകൾ ബന്ധപ്പെടും, ജനപ്രതിനിധിയെ ദുരന്തമുണ്ടാകുമ്പോൾ. അതിന്റെ ഭാഗമായി ഒരുപാട് ഭക്ഷ്യപദാർത്ഥങ്ങളും മറ്റ് വസ്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം MLA മുഖാന്തരം വന്നിട്ടുണ്ട്. അന്നും വന്നിട്ടുണ്ട്. അന്ന് വന്ന സമയത്ത് CK ശശീന്ദ്രൻ കയറുന്നോ അല്ലെങ്കിൽ MLA പേര് വെച്ചുകൊണ്ടോ എവിടെയെങ്കിലും വിതരണം ചെയ്താൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗുണഭോക്താക്കൾക്കെല്ലാം അത് ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി തന്നെ കൊടുക്കുന്ന നിലയുണ്ടായത്. എന്നാൽ അതിന് മുകളിലും നിർമ്മിക്കാം എന്ന മോഹനസുന്ദരമായ വാഗ്ദാനം വരെ ശ്രുതിക്ക് നൽകിയത് ആരാണ്? നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ വാചകം. ഞങ്ങൾ പറയുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ അവർ പറയാൻ രണ്ടാമത്തെ നിലയിലും വീടെടുക്കാം എന്നുൾപ്പെടെ പറയുന്നു. മനോഹരമായ ലേഔട്ട് എന്ന് പറയുന്നു, ഡിസൈൻ കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്തതിനു ശേഷം 120 ദിവസം കൊണ്ട് വീടൊരുങ്ങുമെന്ന് ഫേസ്ബുക്കിൽ ഇടുന്നു. എന്നിട്ട് ശ്രുതിയെ ചേർത്ത് നിർത്താൻ ഒപ്പം നിന്നതിന് ഒരു ടീമിന് നന്ദിയും പറയുന്നു. എങ്ങനെയുണ്ട്? ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പോ വീടില്ലാതായി ശ്രുതി സർക്കാരിന്റെ ടൗൺഷിപ്പിലേക്ക് തിരികെ പ്രവേശിക്കാൻ അപേക്ഷ കൊടുത്ത് 15 ലക്ഷം തിരികെ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുത്തപ്പോൾ ഈ വിഷയം പുറത്തു വന്നപ്പോൾ അതെനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞൊഴിയാൻ കഴിയും. ഒരു കാര്യം കൂടി ഞാൻ ആ കാര്യം പറയാം. ഒരു ജനപ്രതിനിധിയല്ലേ അദ്ദേഹം. ഇപ്പം ശ്രുതി ആവട്ടെ, ദുരന്തബാധിതരാവട്ടെ, ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞ് ഒരു സർക്കാർ സംവിധാനം ഒഴിഞ്ഞു പോകും. ഒരു ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറയണ്ടേ? ഒന്നുകിൽ രാഷ്ട്രീയ നേതാക്കന്മാർ, അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ, അങ്ങനെ ആരെങ്കിലും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥലത്തിലുള്ളവർ, ആരെങ്കിലും ഒരു ഉറപ്പുണ്ടെങ്കിലല്ലേ സ്വാഭാവികമായിട്ടും ആ ഗുണഭോക്താവ് അല്ലെങ്കിൽ ആരായാലും സ്വാഭാവികമായിട്ടും അത് അംഗീകരിച്ചുകൊണ്ട് ടൗൺഷിപ്പിന്റെ വീട് വേണ്ട എന്ന് വെക്കുള്ളൂ. ഏതെങ്കിലും ഒരാൾ എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെച്ചു പോകും. അപ്പൊ ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിന്ന് രക്ഷപ്പെടാമെന്നാണ് കോൺഗ്രസ് കരുതുന്നതെങ്കിൽ, അല്ലെങ്കിൽ സിദ്ദിഖ് കരുതുന്നതെങ്കിൽ അത് വിലപ്പോവില്ല. ജനങ്ങൾക്കെല്ലാം വളരെ കൃത്യമായി കൂടിയാണ് യഥാർത്ഥത്തിൽ ശ്രുതി ഉൾപ്പെടെയുള്ള, ശ്രുതിയെ മാത്രമല്ലല്ലോ ഇവർ വഞ്ചിച്ചിട്ടുള്ളത്. ദുരന്തബാധിത പേര് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് ഇപ്പൊ എവിടെ? ചോദ്യത്തിന് ഉത്തരമില്ലല്ലോ. ഒരു വെള്ളക്കടലാസിൽ എഴുതി, ഞാൻ പണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞല്ല, ഞാൻ കുറെ മുമ്പ് ഇവിടെ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്. കുറെ കഴിയുമ്പോൾ ഇവർ വന്നിട്ട് ഒരു പേപ്പറിൽ വായിച്ച്, പേപ്പർ എടുത്ത് ആ പേപ്പറിൽ ഇത്ര കോടിയാണ് ഞങ്ങൾ പിരിച്ചത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കല്ലാതെ എന്താ നിർവാഹം എന്ന് അന്ന് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ ഇപ്പൊ സംഭവിച്ചിട്ട് വെള്ളക്കടലാസിലെത്തി ചങ്കടാനിയുടെ രേഖ പോലെ ഒരു
കാര്യം കാണിക്കാനുള്ള യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ ആപ്പ് പുറത്തുവിടട്ടെ. ഇപ്പൊ അതിന്റെ ആപ്പിന്റെ ചെലവിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, 9 ലക്ഷം മറ്റോ ആപ്പിന് ചെലവായി എന്ന് പറയുന്നത്. എന്തിനാണ് ആപ്പ് കൊണ്ട് എന്താ ഉപകാരം? ആ ആപ്പിന്റെ ഭാഗമായി എത്ര പണം വന്നു ആപ്പിലൂടെ കാണിക്കാൻ കഴിയുമല്ലോ. ഇത്ര പണം വന്നു എന്നത് അവർ കാണിക്കട്ടെ. ആരിൽ നിന്നൊക്കെയാണ് പണം വന്നത്? അങ്ങനെയല്ലേ കണക്ക് പറയേണ്ടത്? ആരിൽ നിന്നൊക്കെയാണ് പണം വന്നത് എന്നത് പറയാൻ തയ്യാറുണ്ടോ? ഇപ്പോ തെറ്റായ രൂപത്തിൽ കണക്ക് പറയുകയാണ്. മാത്രമല്ല, ചില ജില്ലകളിലെ DCCയുടെ ഭാരവാഹികൾ, ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ DCCയുടെ അധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ മാത്രം 4 പേരിൽ നിന്ന് വാങ്ങിയതിന്റെ ആകെ തുക 63 ലക്ഷം വരും. 4 പേരിൽ നിന്ന് വാങ്ങിയ തുകയാണ്. അപ്പൊ ഇവർക്ക് എത്ര പേരാ കിട്ടിയത്? ചുരുങ്ങിയ ആളാണോ കിട്ടിയത്? എന്തേ കോൺഗ്രസിനെ അത്ര വിശ്വാസമില്ല? ഇനി ഇത്രയാണ് പണം കിട്ടിയതെങ്കിൽ ഇത്രയും വലിയ ആപ്പുണ്ടാക്കി രാജ്യത്തെ പ്രധാന പാർട്ടിയാണെന്ന് പറയുന്ന കോൺഗ്രസിന് എന്തേ ഇത്ര പണം കിട്ടി? ജനങ്ങൾ അത്രയേറെ കോൺഗ്രസിനെ വിശ്വസിക്കുന്നില്ല എന്നതിന്റെ തുറന്ന് സമ്മതിക്കലല്ലേ അത്? ഇത്രയും പണം കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ആപ്പുണ്ടാക്കി ഈ രൂപത്തിൽ പിരിവ് നടത്തി വലിയ ക്യാമ്പയിൻ നടത്തി ഈ കോൺഗ്രസിന്റെ KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, ഈ സ്ഥലം MLA, കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും ഉൾപ്പെടെ എല്ലാവരും, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ വരെ ഇതിലേക്ക് സംഭാവന ചെയ്യണമെന്ന പ്രചരണം നടത്തിയിട്ടും ഇത്രയേ പണം വന്നിട്ടുള്ളൂ എങ്കിൽ ജനങ്ങൾ ഇവരെ അത്രയേറെ വിശ്വസിക്കുന്നില്ല എന്നതല്ലേ വ്യക്തമാവുന്നത്? അതിന് മറുപടി പറയട്ടെ. ഈ നിലയിൽ ദുരന്തബാധിതരെ യഥാർത്ഥത്തിൽ വലിയ രൂപത്തിൽ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിരിക്കുകയാണ്. പല രൂപത്തിൽ, ശ്രുതി ഉൾപ്പെടെയുള്ള ദുരന്തബാധിതരെ പല രൂപത്തിൽ ഇവർ വഞ്ചിച്ചിരിക്കുകയാണ്. അതാണ് ഇതിലെ ഗൗരവമായ വിഷയം. CPM ജില്ലാ സെക്രട്ടറി മറച്ചു വെച്ചിട്ട് ഒരു പോർഷൻ മാത്രം പ്രചരിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. അത് ശരിക്കും ജില്ലാ സെക്രട്ടറിയുടെ പദവിക്ക് യോജിക്കാത്ത രീതിയിലുള്ള പ്രചരണമാണെന്ന വിമർശനം. ഞാൻ പ്രചരിപ്പിച്ചത് എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ പ്രചരിപ്പിച്ചത്, ഞാൻ നിങ്ങളെ പറയും പോലെ പൊടിപ്പും തൊമ്മലും വെച്ച് പറയുന്ന ആളല്ല, വസ്തുതകൾ പറയുന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ അതിൽ പ്രചരിപ്പിച്ചത്, അദ്ദേഹം ഏഷ്യാനെറ്റ്, നിങ്ങൾ ഏഷ്യാനെറ്റ് പ്രതിനിധിയാണോ, ഏഷ്യാനെറ്റിന്റെ ഒരു റീൽസ്, ആ റീൽസ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ആണ് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പങ്കുവച്ചത്. അല്ലാതെ ഏതെങ്കിലും കട്ട് ചെയ്തുകൊണ്ടോ ഇല്ല. അത് അദ്ദേഹം കൽപ്പറ്റ MLA അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ട ഏഷ്യാനെറ്റിന്റെ റീൽസ്, ആ റീൽസ് എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അതും ഇട്ടിട്ടുണ്ട്. എന്റെ ഫേസ്ബുക്കിൽ അതാണ്. പിന്നെ ഞാൻ പറയുന്നത് മാധ്യമ പ്രവർത്തകരോട്, ഞാൻ ആ വീഡിയോ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിലും അന്ന് കാണിച്ചിട്ടുണ്ട്. അന്ന് ഏഷ്യാനെറ്റ് പ്രതിനിധി ഇല്ല, അന്ന് വന്നവർക്കറിയാം. ഞാൻ അന്ന് ഈ വീഡിയോ കൃത്യമായി ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ വഴി ഇട്ടിട്ടില്ലേ? ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ആ ലാസ്റ്റത്തെ 2 വരി ഉണ്ടായിരുന്നു. പക്ഷെ അതും CPM നേതാക്കൾ സൈബർ ഇടങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. സിദ്ദീഖിന്റെ ശബ്ദം അല്ലേ? സംശയമുണ്ട്. അതല്ല പറയുന്നത്. അത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞതല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് വിമർശനം ഉന്നയിക്കുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലക്ക് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ശ്രുതി അല്ല പറയുന്നത്, ഏതെങ്കിലും സ്ഥാപനമല്ല പറയുന്നത്, 120 ദിവസം കൊണ്ട് വീടുണ്ടാക്കി കൊടുക്കും. അത് ശ്രുതിക്കിന്റെ ശബ്ദമാണ്, ആർക്കും സംശയമില്ല. നിങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്തകൾ ഫേസ്ബുക്കും അദ്ദേഹത്തിൻ്റെതാണ്. അത് അദ്ദേഹം ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല. അങ്ങനെയല്ല, ഈ കാര്യങ്ങളെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. MLA കോൺഗ്രസുമായിട്ട് ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യത്തെ 3 വരി ഉണ്ടായിരുന്നു. അതിന് താഴത്ത് MLA എഴുതിയിരിക്കുന്നത് പിന്നെ ഈ ടൈം ന്യൂസ് എന്നതാണ് അത് നൽകുന്നത്. നിങ്ങൾ ബോധപൂർവ്വം അത് മറച്ചു വെച്ച് പ്രചരിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഓക്കെ, ഞാൻ അതിലൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ വരുന്നതിന് മുമ്പ് അത് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. അതായത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ പറയുന്നത്. പ്രിയ സഹോദരി ശ്രുതിക്ക് 120 ദിവസം കൊണ്ട് വീട് ഒരുങ്ങും അല്ലേ? അത് സിദ്ദീഖിന്റെ ഫേസ്ബുക്കിലെ അദ്ദേഹത്തിന്റെ ആദ്യ വരിയാണ്. വീട് ഒരുങ്ങും, ആരെങ്കിലും വീട് ഒരുക്കി നൽകും എന്നല്ല ആദ്യത്തെ വാചകം. പിന്നെ അദ്ദേഹം പറയുന്നത് ഉദ്ഘാടകനായി മാത്രം പോയതാണ്. ഉദ്ഘാടകനായി മാത്രം പോയ ഒരാൾ എത്ര ദിവസം കൊണ്ട് വീടൊരുങ്ങും എന്ന് പറയേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ടോ? പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഇനി അവസാനത്തെ വാചകം, ശ്രുതിയെ ചേർത്ത് നിർത്താൻ ഒപ്പം നിന്ന ടൈം ന്യൂസിന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി അല്ലേ? ശ്രുതിയെ ചേർത്ത് നിർത്താൻ ഒപ്പം നിന്ന ടൈം ന്യൂസിന്, ശ്രുതിയെ ചേർത്ത് നിർത്തിയ ടൈം ന്യൂസിന് നല്ല. ചേർത്ത് നിർത്തിയത് ടൈം ന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അതിന് പകരം എന്താ? ശ്രുതിയെ ചേർത്ത് നിർത്താൻ ഒപ്പം നിന്ന ടൈം ന്യൂസിന്. ആർക്കൊപ്പം നിന്ന?
MLA അദ്ദേഹമാണല്ലോ പറയുന്നത്, ഞാൻ പറയുന്നില്ലല്ലോ. അദ്ദേഹത്തോടൊപ്പം നിന്ന ടൈം ന്യൂസിൽ ഇതാണല്ലോ. ഇനി ഞാൻ പ്രചരിപ്പിച്ച പറയും. അതുകൂടെ ഒന്ന് എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടെ കേട്ടോ. ചെറിയ തരൂ, ഒരു 2 മിനിറ്റ് എല്ലാവരും സഹായിക്കും. ഞാൻ ഇട്ടത് ഞാൻ പറയാം. ലേ ഔട്ടും ഡിസൈനും വിശദീകരിച്ച് നൽകുന്നതും രണ്ടാമത്തെ നിരയെക്കുറിച്ച് വരെ ആധികാരികമായി സംസാരിച്ചതും അതിന്റെ റീൽസ് എടുത്ത് സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തതും ടി സിദ്ദിഖ്. ഈ പറഞ്ഞാൽ എവിടെയും തെറ്റുണ്ടോ? ഞാൻ പറഞ്ഞത് അർത്ഥശങ്കക്കിടയില്ലാതെ ശ്രുതിക്ക് 120 ദിവസം കൊണ്ട് വീടൊരുങ്ങും എന്ന് തന്നെ ശ്രുതിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയതും ടി സിദ്ദിഖ്. ഒരു പോസ്റ്റല്ല അദ്ദേഹം ഇത് സംബന്ധിച്ചിട്ടത്, റീൽസും ഫോട്ടോയും അടക്കം പല പോസ്റ്റുകളാണ്. 120 അല്ല 500 ദിവസം കഴിഞ്ഞിട്ടും വീട് ലഭിക്കാതെ വന്നപ്പോഴാണ് ശ്രുതി സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയ 15 ലക്ഷം തിരികെ നൽകാൻ തയ്യാറാണെന്നും ടൗൺഷിപ്പിൽ വീട് ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് സർക്കാരിലേക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ വിഷയം പുറത്തു വന്നപ്പോൾ തനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ടി സിദ്ദിഖിനെ രക്ഷപ്പെടാനാവുക? ഉത്തരവാദിത്വമില്ലാത്ത കാര്യമായിരുന്നുവെങ്കിൽ എന്തിനാണ് 120 ദിവസം കൊണ്ട് ശ്രുതിക്ക് വീടൊരുങ്ങും എന്ന് പറഞ്ഞ് പറ്റിച്ചത്? എന്തിനാണ് റീൽസും ഫോട്ടോയുമായി നിരവധി പോസ്റ്റുകൾ ഇട്ട് തന്റേതാക്കി പ്രചരിപ്പിച്ചത്? ഉത്തരവാദിത്വമില്ലാത്ത കാര്യത്തിൽ എന്തിനാണ് ലേ ഔട്ടും ഡിസൈനും എല്ലാം വിശദീകരിക്കുന്നത്? ഒരു ചോദ്യം കൂടെ അവിടെ ചോദിക്കേണ്ടതാണ്. ഉത്തരവാദിത്വമില്ലാത്ത കാര്യമായിരുന്നുവെങ്കിൽ എന്തിനാണ് മുകളത്തെ നിലയിൽ വീട് നിർമ്മിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും പറ്റിച്ചത്? ഇതുകൂടെ ചോദിക്കേണ്ടതായി. അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, നിങ്ങളോട് പറഞ്ഞതിനും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്നിട്ട് ഞാൻ പങ്കുവെച്ചത് ഏഷ്യാനെറ്റിന്റെ സിദ്ദിഖ് എടുത്ത റീൽസ് കൊടുക്കുന്നതാണ്, അല്ലാതെ വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ. പിന്നെ ഇവർക്ക് ഈ വിഷയം വസ്തുതാപരമായി പുറത്തു വന്നിട്ടുണ്ട്. അതിന് രക്ഷപ്പെടാൻ വേണ്ടി പല പ്രച നടത്താൻ യഥാർത്ഥത്തിൽ ഇവർ ചെയ്തതെന്ന് ആ ശ്രുതി എന്ന് പറയുന്ന വല്ലാത്ത വേദനയോടുകൂടി നമ്മൾ എല്ലാവരും സമീപിച്ച ആ കുട്ടിയെ പച്ചക്ക് വഞ്ചിക്കുകയല്ലേ ചെയ്തത്. ദുരന്തം വിറ്റ് കാശാക്കുകയല്ലേ ഇവരെല്ലാവരും ചെയ്തത്. അതിനെ എത്ര ന്യായീകരിക്കാൻ എത്ര ആളുകൾ ഉപയോഗിച്ചാൽ, ഇപ്പം ചില ആളുകൾ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ വേവലാതിപ്പെട്ട് ശ്രുതിയെ വിളിച്ച റിപ്പോർട്ടർമാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്താ അവരുടെ പേരെന്താ, ഇന്നലെ ഒരു സ്ത്രീ പറഞ്ഞില്ല, ഫിലോക്കാലിയ. അതും ഇതുമായിട്ട് എന്ത് ബന്ധം? ഫിലോക്കാലിയ ഉണ്ടോ? ഫിലോക്കാലിയ മാതൃഭൂമി അന്ന് വാർത്ത കൊടുത്തു. ഫിലോക്കാലിയ ഇല്ല, ഫിലോക്കാലിയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഫിലോക്കാലിയാണ്. ഹലോ, ഒരു മിനിറ്റ് എന്ന് പറയട്ടെ.